ഇവരുടെ ഫിറോസിന്റെ കയ്യിലത്തെ ഏറ്റവും വലിയ ആയുധമാണ് ഈ പ്രഗ്നന്റ്. ഓക്കെ, 2 മാസം കഴിഞ്ഞപ്പോൾ പോയി എന്നുള്ള സത്യം തന്നെയാണ്. അപ്പം എനിക്ക് ഓൾറെഡി ആ കുഞ്ഞിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങിയത്, നിങ്ങൾ എനിക്ക് മെഡിസിൻ തരാൻ തുടങ്ങിയതും, എന്നെ ആ കുഞ്ഞിന് വേണമെന്നുള്ള തീരുമാനം നമ്മൾ ന്യൂസിൽ എടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളുടെ കുഞ്ഞിനെ ആവശ്യമാണ്. റസൂൽ പൂക്കുട്ടിയുടെ ഒരു കുഞ്ഞിനെ ആവശ്യമാണ്. ഇനി ബാക്കി നോക്കാം. അത് കഴിഞ്ഞിട്ടും നമ്മൾ സന്തോഷത്തോടെയാണ്, ഒരു പ്രാവശ്യം ഉള്ളൂ ഞാനൊന്ന് ഇക്കാനടുത്ത് ബലമായി പീഡിപ്പിച്ച് എനിക്ക് ഇക്കാനെ വേണമെന്നും ബലമായിട്ട് ഞാൻ ഷാദിത്തുള്ള സമയത്ത് ഞാൻ ഇക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഇതൊന്നും അല്ല, ഇതിന് 2 മാസം മുന്നേ ആണല്ലോ. 1 മാസം മുന്നേ റസൂൽ പൂക്കുട്ടിയെ കൊണ്ട് ഇവള് ബലമായി പീഡിപ്പിച്ചെന്ന്, അതായത് അവക്ക് അങ്ങനെ വേണോന്നും പറഞ്ഞ് അറിയാലോ. ബാക്കി കൂടെ കേൾക്കാം. ഈ പ്രാവശ്യം, അതായത് കഴിഞ്ഞ മാസം, അതായത് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ആയപ്പോഴാണ് ഈ കുഞ്ഞായത്. അല്ലാതെ ഞാൻ നിങ്ങളെ പീഡിപ്പിച്ചോ, ഞാൻ നിങ്ങളെ അബ്യൂസ് ചെയ്തോ, നിങ്ങളിരിക്കുന്ന സാധനം എടുത്തിട്ട് എന്നെ അടുത്ത് വെച്ചിട്ട് എനിക്ക് കുഞ്ഞിനുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ എനിക്ക് ഉള്ളിൽ തന്നിട്ടുണ്ടായല്ലോ കുഞ്ഞുണ്ടായത്. അപ്പൊ അതാണ് കാര്യം. അന്ന് നമ്മള് സജിനയുടെ ആഗ്രഹപ്രകാരമാണ്, അതായത് റസൂൽ പൂക്കുട്ടിയെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിച്ച്. പക്ഷെ ഈ കുഞ്ഞുണ്ടായപ്പോൾ നിർബന്ധിച്ചൊന്നും അല്ല, രണ്ടുപേരും പരസ്പരം ഇഷ്ടത്തോടെയാണ് ഫിസിക്കൽ അറ്റാച്ച്മെന്റിൽ ഏർപ്പെട്ടത്. എന്താ അന്തസ്സോടെ പറയുന്നു, ബാക്കിയേക്കാം. ഓവർ കുബുദ്ധി, ഇക്കാടെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ ഇപ്പോൾ. ഞാൻ പറഞ്ഞോട്ടെ എന്ത് രക്ഷ ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ നമ്മളെ കാര്യം വരെ പുറത്ത് വന്നതും. ഇനി എനിക്ക് റസൂലിക്ക എന്ത് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ്, എന്തോന്ന് ആണല്ലോ റസൂലിക്ക നിങ്ങളെ വൈഫിന്റെ അടുത്ത് പറഞ്ഞെങ്കിൽ പ്രഗ്നന്റ് കാര്യം പറഞ്ഞേ പറ്റത്തുള്ളൂ റസൂലിക്ക. ഇനി എനിക്ക് അല്ലല്ല, ഇനിയിപ്പോ എനിക്ക് ഇതുവരെ പറഞ്ഞതൊക്കെ പോട്ടെ. ഇപ്പൊ പറയുന്നത് റസൂലിക്കയുടെ വൈഫിനോട് ഈ കാര്യം പറയണമെന്നാണ്. അവര് ക്യാൻസർ പേഷ്യന്റ് എന്നാണ് പറയപ്പെടുന്നത്. ആ വൈഫിനോട് പറഞ്ഞ് സമ്മതിപ്പിച്ച് ഇവളെ കൂടി 2ാം ഭാര്യയായിട്ട് കൂട്ടണമെന്നായിരിക്കും ഇവൾ ഉദ്ദേശിക്കുന്നത്. ഇവൾ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു റസൂൽ പൂക്കുട്ടിയുടെ ഒരു കുഞ്ഞിനെ ഇവൾ ആഗ്രഹിച്ചിരുന്നു എന്ന്. അപ്പൊ അവൾക്ക് ഒരു ഓസ്കാർ ജേതാവിന്റെ കുഞ്ഞിനെ വേണമെന്ന് അവള് വളരെയധികം ആഗ്രഹിച്ചിരുന്നു. പിന്നെ ഇവന്മാരെയൊക്കെ പറഞ്ഞാൽ മതിയല്ലേ, ഇത്രയും നല്ല പദവിയിൽ പോയി ഓസ്കാർ അവാർഡൊക്കെ കിട്ടി കഴിവുണ്ട്, ഈ കാര്യത്തിലല്ല, മറ്റേ ശബ്ദമിശ്രണം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയുള്ള കഴിവുള്ളവന്മാര് ഇവളെയൊക്കെ വലയിൽ ചെന്ന് വീണ ശേഷം ഇപ്പൊ ഇങ്ങനെ കിടന്ന്, എന്തും മോശമാണ് ഇങ്ങനെ കിടന്ന് എത്തുന്നത്. ഇങ്ങനൊരു അവസ്ഥ ഈ മനുഷ്യന് ഉണ്ടായത് വലിയ കഷ്ടം തന്നെ. നിങ്ങളെ കയ്യിരിപ്പ് കൊണ്ട് തന്നെയാണ് അത് ഉണ്ടായത്. ഇങ്ങനെയൊക്കെ ഉള്ള ഈ റെഡ് സ്ട്രീറ്റിൽ പോയാൽ പോലും ഇങ്ങനെയൊക്കെ ഉള്ളവളുമാരുടെ കൂടെ പോകാതിരിക്കുക, അതാണ് ഏറ്റവും നല്ലത്. അത്രയ്ക്കെങ്ങ് മുട്ടുന്നെങ്കിൽ വേറെ മാർഗം കാണുക. എന്തായാലും നല്ല ഒന്നാന്തരം പണി തന്നെയാണ് ഇക്കാക്ക് കിട്ടിയിട്ടുള്ളത്. നീ ഒരിക്കലും ഞാനും നീയും ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യകത നീ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. അത് ഞാനല്ലല്ലോ മനസ്സിലാക്കുന്ന റസൂൽ പൂക്കുട്ടി. ചതിച്ചുണ്ടാക്കി എന്നുള്ളൊരു ഡയലോഗ് ഉമ്മയുടെ നേരത്തെ പറഞ്ഞു നിങ്ങൾ. ഞാൻ സജിനെ ഇങ്ങനെ ഞാൻ അത് നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കിയെന്ന് പറഞ്ഞു. നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കാൻ നിങ്ങൾ ഇരിക്കുന്ന സാധനം എനിക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അതും സ്നേഹത്തോടെ നമ്മൾ ഈ പ്രാവശ്യം കാലിക്കട്ടുള്ള വിവാന്തയിൽ നമ്മൾ പോയതും അവിടുന്ന് നമ്മൾ ട്രാവൽ ചെയ്തതും ഇതെല്ലാത്തിനും ഉണ്ടല്ലോ, ഇതെല്ലാം ഉണ്ടല്ലോ. കുറച്ച് കേട്ടോ ഷോക്കിടോന്ന്. ഇയാളെങ്ങനെയാ ഷോക്കിടാവുന്നത്? ഇതൊരാൾ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റൂലല്ലോ, 2 പേരും കൂടെ ചേർന്ന് ചെയ്തതല്ലേ. അപ്പൊ അവള് ട്രാപ്പിലാക്കുമെന്ന് ഇങ്ങനെ അറിഞ്ഞില്ലായിരുന്നോ? ഇതൊക്കെ അറിയണം, പൂക്കുറ്റി അറിയണം. അപ്പൊ നിങ്ങളെ പൂക്കുറ്റി മറ്റു എല്ലാവരും പൂക്കുറ്റി എന്നല്ലേ വിളിക്കുന്നത്. എന്തിനാ അങ്ങനെ വിളിക്കുന്നത്? ഈ കയ്യിരിപ്പ് കൊണ്ടാണ്. ഇതിപ്പം നിങ്ങൾ പോയി ചവിട്ടി ആദ്യത്തെ ചെളിയൊന്നും ആയിരിക്കത്തില്ല, നിങ്ങൾ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും. പക്ഷെ ഈ ചെളിയിൽ വന്നപ്പം കഴുകാൻ വയ്യാത്ത അവസ്ഥയായല്ലേ. നാറി പറയുന്നത് ശരി, പ്രൊട്ടക്ഷൻ എടുക്കേണ്ടത് എനിക്കത് ഇഷ്ടമല്ല എന്നേ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ സേഫ്റ്റി നോക്കിക്കൂടായിരുന്നോ? അപ്പം നിങ്ങൾക്ക് ഇനി ഒരു കുഞ്ഞുണ്ടാവുന്നുള്ളത് അറിയാമല്ലോ. അപ്പം ഞാൻ ചോദിക്കട്ടെ, ആ ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ ഞാനത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഇനി ഒരു കുഞ്ഞുണ്ടായാൽ ഞാൻ കളയിലേക്കാ, എനിക്കത് പറ്റത്തില്ല. കാരണം ഞാൻ അന്ന് പോലും ആ ഒരു സേഫ്റ്റി ഒന്നും യൂസ് ചെയ്യുന്നത് സജിനയ്ക്ക് ഇഷ്ടമല്ല. സജിന പറഞ്ഞു എന്നാണ് സജിന പറയുന്നത്. സജിനയ്ക്ക് സേഫ്റ്റി ഉപയോഗിച്ചുള്ള കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. പക്ഷെ അങ്ങേരക്ക് സേഫ്റ്റി ഉപയോഗിച്ചുകൂടായിരുന്നോ എന്നാണ് സജിന ചോദിക്കുന്നത്. സജിന വേണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിലും അങ്ങേരക്ക് ഉപയോഗിച്ചുകൂടായിരുന്നോ എന്നുള്ളതാണ്. അപ്പൊ ഒരു നിമിഷ സുഖത്തിന് വേണ്ടി ഇത്തരത്തിലുള്ള ആൾക്കാരുടെ അടുത്തോട്ടൊക്കെ പോകുമ്പോൾ ഒന്ന് ഓർമ്മിക്കണമെന്ന്. ഇപ്പൊ ഇങ്ങനെയൊക്കെ വരും, ഇങ്ങനെയുള്ള വോയിസുകളൊക്കെ റെക്കോർഡ് ചെയ്ത് വച്ചിട്ടുണ്ട്, അതൊക്കെ പുറത്താകും എന്നൊക്കെ ഓർമ്മിക്കണമെന്ന്. എന്നാലും എന്താ പൊന്ന് സജിനെ, ആദ്യമൊരെണ്ണം, 2ാമതൊരെണ്ണം, 3ാമതൊരെണ്ണം, ഇതിനിടയ്ക്ക് ആരും അറിയാത്ത എത്ര എണ്ണം ഉണ്ടാവും. ഇനി എന്തൊക്കെ ആയിരിക്കും ഇനി പുറത്തേക്ക് വരാൻ പോവുക. എന്തായാലും നമിച്ച് സ്ത്രീകളെ പറയിപ്പിക്കാനായിട്ട് ഇങ്ങനെ ഒരെണ്ണം മതി, അധികം ഒന്നും വേണ്ട. ഇതിനെയൊക്കെ പറ്റി കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പോലുള്ളവരുടെ വാങ്ങാറും. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.